ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കേട്ടോ. ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ പരിപ്പ് വട വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പരിപ്പ് കുതിരാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. 2 കപ്പോളം അളവിൽ പരിപ്പ് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏറെ വെള്ളം തന്നെ ആഡ് ചെയ്യണം കേട്ടോ. കുതിർന്ന് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വീർത്ത് വരുവേ. അപ്പം ഇനി അത് ഒരു 4-5 മണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് നമുക്ക് ഒരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വെള്ളമൊക്കെ വാർന്നു കഴിയുമ്പോഴാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വാടങ്ങ് പേസ്റ്റ് ആക്കിയല്ല, നമുക്കറിയാമല്ലോ നമ്മൾ പരിപ്പ് വട കഴിക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ടും കിട്ടുമല്ലേ. അപ്പോൾ ഒരു 1/4 കപ്പോളം അളവിൽ പരിപ്പ് നമ്മൾ അരയ്ക്കാതെയും മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളേ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അരച്ച് വെച്ചേക്കുന്ന പരിപ്പിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന 1/4 ഭാഗത്തോളം പരിപ്പും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കണം, കുറച്ച് സമയം കേട്ടോ. ഒരു 10 മിനിറ്റോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സവാള, പച്ചമുളക്, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം പരിപ്പിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത് നല്ലപോലെ എല്ലാം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് പരിപ്പ് വട പൊരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലും നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി പരിപ്പ് വടയുടെ ഷേപ്പിലാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ച ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ നിന്നും കുറച്ചെടുത്ത് ഉരുളകളാക്കി എടുക്കണേ. ഇനി അപ്പുറത്തെ കൈയിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് തിളച്ചിരിക്കുന്ന ആ ഒരു എണ്ണയിലേക്ക് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മളിവിടെ അറ്റ് എ ടൈം ഒരു 7 എണ്ണമൊക്കെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അത് നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഉള്ളൊന്നും നല്ലപോലെ വേഗത്തില്ല കേട്ടോ. അങ്ങനെ 2 സൈഡും നമുക്ക് ഇതുപോലെ നല്ലപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാവേ. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാവുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ കളറൊക്കെ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് പതുക്കെ നമുക്ക് ആ എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ മുഴുവനും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചായക്കടയിലെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ്, പക്ഷേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിലിത് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.